നമസ്കാരം. ഗ്രാമ്യ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എടമുട്ടം തൈപ്പൂയ മഹോത്സവത്തിനോടനുബന്ധിച്ച് വിദ്യാഭ്യാസ അവാർഡ് സമർപ്പണം നടത്തി. പുരോഗമന കലാസാഹിത്യ സംഘം ചേർപ്പ് മേഖലാ കമ്മിറ്റിയുടെ പ്രഭാഷണ പരമ്പര ചാഴൂരിൽ നടന്നു. താന്യം 5-ാം വാർഡിൽ കാവ് സംരക്ഷണ ദിനാചരണം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. ശ്രീനാരായണ സുദർശന സമാജം എടമുട്ടം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് കഴിമ്പ്രം ശാഖ വിദ്യാഭ്യാസ അവാർഡ് നൽകി വിദ്യാർത്ഥികളെ ആദരിച്ചു. സമാജം പ്രസിഡന്റ് സുനിൽകുമാർ അറിയമ്പറമ്പിൽ, സെക്രട്ടറി സുനിൽകുമാർ അണക്കത്തിൽ, ട്രഷറർ രഞ്ജൻ നെരുമത്തുരുത്തി, വൈസ് പ്രസിഡന്റ് ജിതേഷ് കാരയിൽ, ജോയിന്റ് സെക്രട്ടറി ഷാജഹാൻ കാരയിൽ തെക്കോട്ട്, കഴിമ്പ്രം ശാഖ പ്രസിഡന്റ് സോമദത്തൻ കാരയിൽ തെക്കോട്ട്, ശാഖാ സെക്രട്ടറി സുഗതൻ പാണ്ടാത്ത്, ട്രഷറർ ജിതൻ ചോലയിൽ, ശാഖാ രക്ഷാധികാരി രഞ്ജീവ് പുഴക്കടവിൽ, ശാഖാ വൈസ് പ്രസിഡന്റ് സന്തോഷ് പാണമ്പറമ്പിൽ, ശാഖാ ജോയിന്റ് സെക്രട്ടറി രാജീവൻ വാലിപ്പറമ്പിൽ, ശാഖാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സലീൽ മുളങ്ങിൽ, വിശാൽ രമണൻ ചോലയിൽ, സുമിത്രൻ തോട്ടാരത്ത്, അശോക് കുമാർ മൂത്തേരി, വിദ്യാഭ്യാസ കമ്മിറ്റി അംഗം മംഗളാനന്ദൻ വിളമ്പത്ത് എന്നിവർ പങ്കെടുത്തു. ദേശീയ ലെവൽ പാര ആം റെസ്ലിംഗിൽ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡലും കേരള സർക്കാരിന്റെ ഭിന്നശേഷി കലോത്സവത്തിൽ ലളിതഗാനത്തിൽ 3 തവണ സമ്മാനം കരസ്ഥമാക്കിയ വാലിപ്പറമ്പിൽ ദിലീപിന്റെയും സുമിത ടീച്ചറുടെയും മകൾ കൃഷ്ണാഞ്ജനയടക്കം SSLCക്കും +2-നും ഫുൾ A+ കിട്ടിയ കഴിമ്പ്രം ശാഖയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ആദരവ് നൽകി. പുരോഗമന കലാസാഹിത്യ സംഘം ചേർപ്പ് മേഖലാ കമ്മിറ്റിയുടെ പ്രഭാഷണ പരമ്പരയുടെ 1-ാം ഘട്ടം ചാഴൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടത്തി. ബഹുസ്വരതയുടെ വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ഡോക്ടർ രാജ ഹരിപ്രസാദ് സംസാരിച്ചു. കെ സുരേഷ് അധ്യക്ഷനായി. റിയാദ് തളിക്കുളം, പി ജയചന്ദ്രൻ അനുസ്മരണം നടത്തി. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി MN വിനയകുമാർ MT അനുസ്മരണ പ്രഭാഷണം നടത്തി. വേണുഗോപാൽ ബോംബെ, പി ജയചന്ദ്രന്റെ ഗാനങ്ങൾ ആലപിച്ചു. TR പ്രകാശൻ, CT രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. വലപ്പാട് ബീച്ച് അരയമ്പറമ്പിൽ ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം, കലശപൂജ, കലശാഭിഷേകം, ചീവേലി എഴുന്നള്ളിപ്പ്, പ്രസാദകൂട്ട്, വൈകിട്ട് എഴുന്നള്ളിപ്പ്, ദീപാരാധന, നിറമാല, വർണ്ണമഴ, രാത്രി കേളിപ്പറ്റ് തായമ്പക, തുടർന്ന് കൊച്ചിൻ സുഖസ്വരയുടെ മെഗാ മ്യൂസിക്കൽ പ്രോഗ്രാമും നടന്നു. ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം രക്ഷാധികാരി ഡോക്ടർ AV അനൂപ്, AP ഗിരിജാശങ്കർ, ക്ഷേത്രം പ്രസിഡന്റ് AM പ്രേംഭൂഷൺ, സെക്രട്ടറി AB രാജീവ്, മാനേജർ ഷീജ ബാബുരാജ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് പൊതുജനങ്ങളുടെയും മറ്റ് ഭക്തന്മാരുടെയും സുരക്ഷാ സൗകര്യാർത്ഥം ഫെബ്രുവരി 11 ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുന്നതാണ്. എടമുട്ടം തൈപ്പൂയ ദിവസമായ ഫെബ്രുവരി 11 രാവിലെ 11 മണി മുതൽ ഉച്ചതിരിഞ്ഞ് 2:30 വരെയും അന്നു രാത്രി 11 മണി മുതൽ ഫെബ്രുവരി 12 പുലർച്ചെ 2:30 വരെയും വടക്കുനിന്ന് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ തൃപ്രയാർ ജംഗ്ഷനിൽ നിന്നും കിഴക്കോട്ട് തിരിഞ്ഞ് കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡ് വഴി തെക്കോട്ട് പോകേണ്ടതും കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്നും തൃപ്രയാർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പാലപ്പെട്ടി ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാട്ട് തിരിഞ്ഞ് പടിഞ്ഞാറെ ടിപ്പു സുൽത്താൻ വഴി തളിക്കുളം ഭാഗത്തേക്ക് പോകേണ്ടതും വടക്ക് ഭാഗത്തു നിന്നും ഹൈവേ വഴി വരുന്ന ഹെവി വാഹനങ്ങളായ ട്രെയിലറുകൾ, കണ്ടെയ്നറുകൾ തുടങ്ങിയവ ഈ സമയത്ത് തൃപ്രയാർ ജംഗ്ഷന് മുമ്പായി നാട്ടികയിൽ പുതുതായി റോഡ് പണി നടക്കുന്ന ഭാഗത്ത് നിർത്തിയിടേണ്ടതും തെക്ക് ഭാഗത്തു നിന്നും വരുന്ന മേൽവിഭാഗത്തിൽപ്പെടുന്ന വാഹനങ്ങൾ പാലപ്പെട്ടി ജംഗ്ഷന് മുൻപായി നിർത്തിയിടേണ്ടതുമാണ്. പെരിങ്ങോട്ടുകര കാനാടി മഠം തറവാട്ടിലെ തിറവെള്ളാട്ട ഉത്സവത്തിന്റെ ഭാഗമായി കാനാടി മഠം സൂര്യബ്രഹ്മ കലാക്ഷേത്രത്തിലെ വിദ്യാർത്ഥികൾ നൃത്തനൃത്യങ്ങൾ അവതരിപ്പിച്ചു. കാനാടി മഠം ജോയിന്റ് ട്രസ്റ്റിമാരായ അഡ്വക്കേറ്റ് KS സുജിത് ലാൽ, KV ശൈലേഷ് എന്നിവർ ഭദ്രദീപം കൊളുത്തി കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. തിങ്കളാഴ്ച കാനാടി മഠം നടന സരോവരം വിദ്യാർത്ഥികൾ സംഗീത കച്ചേരി അവതരിപ്പിച്ചു. ചൊവ്വാഴ്ച രാത്രി 7 താന്യം പഞ്ചായത്തിലെ കലാകാരന്മാരും കലാകാരികളും കലാപരിപാടികൾ അവതരിപ്പിക്കും. തുടർന്ന് ബഡായി ബംഗ്ലാവ് ഫെയിം കോട്ടയം സ്റ്റാലിൻ ഫിഗർ ഷോ അവതരിപ്പിക്കും. ബുധനാഴ്ച രാവിലെ 10 ഡോക്ടർ ദിനേശ് കർത്ത ചാക്യാർകൂത്ത് അവതരിപ്പിക്കും. സദന മൃദുവദന മധുസൂതനൈക സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ മധുരാപുരി സദന മൃദുവദന മധുസൂതനൈക സ്വാഗതം കൃഷ്ണ. കേരള ബജറ്റിൽ പെൻഷൻ സമൂഹത്തെ തീർത്തും അവഗണിച്ചതിനെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മണലൂർ ട്രഷറിക്ക് മുൻപിൽ ഉപരോധം ഏർപ്പെടുത്തി. സ്റ്റേറ്റ് കമ്മിറ്റി അംഗം പ്രൊഫസർ ND ഈനാശു ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് TL മത്തായി അധ്യക്ഷനായി. പ്രൊഫസർ PM വിജയകുമാരി, MS സുധാകരൻ, KA തോമസ്, വസന്തര ടീച്ചർ, PP സ്റ്റീഫൻ, ദിലീഷ് കൊട്ടലിക്കൽ, PT പോൾ, പ്രേമൻ കാണാട്ട്, അനങ്കദാസ് എന്നിവർ സംസാരിച്ചു. അവരുടെ സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ ചുവടിൽ ആ ശീതള ഛായയിൽ നല്ല ഗാഠനിദ്രയിലായതുകൊണ്ട് അവർ ചിലപ്പോൾ ഇവിടെ നടക്കുന്ന സമരങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരിക്കുകയില്ല. KSSB യുക്ക് പക്ഷേ കേരള ജനതയ്ക്കറിയാം കേരളത്തിലെ പെൻഷൻ സമൂഹം KSSBയുടെ നേതൃത്വത്തിൽ എന്തിനു വേണ്ടി സമരം ചെയ്യുന്നു. കഴിഞ്ഞ 3 കൊല്ലമായി പെൻഷൻകാർക്ക് നൽകേണ്ട ഒരു അവകാശവും കൊടുത്തിട്ടില്ല. എല്ലാം തന്നെ തടഞ്ഞു വച്ചിരിക്കുകയാണ് 2ാം പിണറായി സർക്കാർ. അഖില കേരള ബൊക്ക ജൂനിയേഴ്സ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ഫിക്സ്ചർ 2025 തുടക്കമായി. വലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഫെബ്രുവരി 9 മുതൽ 16 വരെയാണ് ടൂർണമെന്റ് നടക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ച് TG പുരുഷോത്തമൻ ഉദ്ഘാടനം നിർവഹിച്ചു. KK ഭരതൻ അധ്യക്ഷനായി. അമർസിംഗ് കുന്നുങ്ങൽ മുഖ്യാതിഥിയായി. കളിക്കാരെ പരിചയപ്പെടുത്തി ലാൽ കച്ചില്ലം, മണികണ്ഠൻ KS, ബിജോയ് PS, PSP നസീർ എന്നിവർ സംസാരിച്ചു. വാശിയേറിയ മത്സരത്തിൽ മോട്ടോർ വേൾഡ് കേച്ചേരി ബോങ്കോ FCയെ എതിരില്ലാതെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി.
ആക്സ് വടാനപ്പള്ളി ബ്രാഞ്ചും വടാനപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂൾ OSAയുടെയും ചേറ്റുവ ഫീനിക്സ് മെഡിസിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെയും നേതൃത്വത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഫീനിക്സ് മെഡിസിറ്റി സൂപ്രണ്ട് ഡോക്ടർ EK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ അത്തരം പരിശോധനകളൊക്കെ ഇവിടെ സൗജന്യമായിട്ട് നിർവഹിച്ചിരിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ പങ്കെടുത്ത് ആ ക്യാമ്പ് വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഒരുപാട് സ്റ്റാഫുകൾ ഫിനിക്സ് മെഡിസിറ്റിയിൽ എത്തിയിട്ടുണ്ട്. അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ അഭിലാഷ് ഇവിടെ ഉണ്ട്. അഭിലാഷ് വളരെയധികം ആക്റ്റീവായിട്ട് ക്യാമ്പുകളും മറ്റു പ്രവർത്തനങ്ങളും എല്ലാം കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഇത്ര ഞാൻ ചുരുക്കി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലേക്ക് അവസാനത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ്. അബ്ദുൽ ജബ്ബാർ എനിക്ക് വളരെ 25 വർഷമായിട്ട് വളരെ അടുപ്പമുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോൾ ആക്സിൻ്റെ പ്രസിഡന്റായിട്ട് ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് ഞാൻ അറിയുന്നതിൽ വളരെ സന്തോഷത്തെ ഞാൻ പ്രത്യേക അഭിനന്ദനം. ആക്സ് വാടാനപ്പള്ളി ബ്രാഞ്ച് പ്രസിഡന്റും ഓൾഡ് സ്റ്റുഡൻറ് അസോസിയേഷൻ പ്രസിഡന്റുമായ അബ്ദുൽ ജബ്ബാർ അറക്കൽ അധ്യക്ഷനായി. ആക്സ് വാടാനപ്പള്ളി ബ്രാഞ്ച് സെക്രട്ടറി മണികണ്ഠൻ മാത്തുകാട്ടിൽ, സ്കൂൾ പ്രിൻസിപ്പാൾ കണ്ണൻ മാസ്റ്റർ, പ്രധാനാധ്യാപകൻ VM ഹനീഫ, PTA പ്രസിഡന്റ് RA ഷെരീഫ്, വികസന സമിതി കൺവീനർ ഷൈന മുഹമ്മദ്, OSA സെക്രട്ടറി RK മുഹമ്മദ് അലി, ആക്സ് കൺവീനർ തോമസ് K അഭിലാഷ് എന്നിവർ സംസാരിച്ചു. വടാനപ്പള്ളി പൂശാരി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് വീണ വേണു ഗാനമഞ്ജരി നടത്തി. ജ്യോതി രവി, പാലുവായ് മുരളീധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃപ്രയാർ കേന്ദ്രമാക്കി പ്രവർത്തനം ആരംഭിക്കുന്ന P. ജയചന്ദ്രൻ ഫൗണ്ടേഷന്റെ പ്രഥമ യോഗം സീരിയൽ നടൻ ഷൈജൻ ശ്രീവത്സം ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് അധ്യക്ഷനായി. ഫെബ്രുവരി 23-ന് വലപ്പാട് ഏങ്ങൂർ ക്ഷേത്രം ഹാളിൽ ചലച്ചിത്ര സംവിധായകൻ കമൽ ഫൗണ്ടേഷൻ ഉദ്ഘാടനം ചെയ്യും. വിനീത് സതീശൻ വടശ്ശേരി, പ്രശാന്ത് വടൂക്കര, ശ്വേത രഞ്ജീഷ്, സജിത, ജനറൽ കോർഡിനേറ്റർ ജയചന്ദ്രൻ മാസ്റ്റർ, ഖജാൻജി, പ്രീതി കഴിമ്പ്രം എന്നിവർ സംസാരിച്ചു. നമ്മുടെ ഈ സൗഹൃദ കൂട്ടായ്മയുടെയും പിന്നെ നമ്മുടെ P. ജയചന്ദ്രൻ ഫൗണ്ടേഷൻ ഫൗണ്ടേഷനെ കുറിച്ച് പറയുമ്പോൾ ജയേന്ദ്രനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങളെല്ലാവരും അടുത്തറിയുന്നത്. കാരണം എന്നേക്കാൾ അടുപ്പുള്ളവരാണ് എൻ്റെ അഭിമുഖമായിട്ടിരിക്കുന്ന എല്ലാ പാട്ടുകാരായാലും പാട്ടുകാരികളായാലും. അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, അദ്ദേഹം എങ്ങനെ ബിഹേവ് ചെയ്യണു, അദ്ദേഹം സ്റ്റുഡിയോയിൽ വന്ന അദ്ദേഹത്തിനോട് നമ്മൾ ചോദ്യം ചോദിച്ചാൽ അനുഭവസ്ഥരൊക്കെ ഉണ്ടാവും ഇവിടെ എല്ലാവരോടും. ഇടവേള. പെരുങ്ങോട്ടുകര കാനാടിമഠം തറവാട്ടിലെ തിറവള്ളാട്ട് മഹോത്സവം ഫെബ്രുവരി 8 മുതൽ 14 വരെ ആഘോഷിക്കും. ചൊവ്വാഴ്ച ദേശവാസികളുടെ കലാപരിപാടികളും ബഡായി ബംഗ്ലാവ് ഫെയിം കോട്ടയം സ്റ്റാലിൻ അവതരിപ്പിക്കുന്ന ഫിഗർ ഷോയും നടക്കും. ബുധനാഴ്ച രാവിലെ 10-ന് ഡോക്ടർ ദിനേശ് കർത്ത ചാക്യാർ കൂത്ത് അവതരിപ്പിക്കും. തിറവള്ളാട്ട് മഹോത്സവത്തിന് ആരംഭം കുറിക്കുന്ന ഫെബ്രുവരി 13 വ്യാഴാഴ്ച തിറമണ്ണാർക്ക് വരവേൽപ്പ്, തിറമുഖത്ത് കളം, വൈകിട്ട് നിറമാല, പറ്റ്, കേളി, തായമ്പക എന്നിവയും വിഷ്ണുമായ സ്വാമിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പും നടക്കും. തൃപ്പയാർ രമേശന്മാരാരുടെ നേതൃത്വത്തിൽ 70-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചവാദ്യം, പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ ആൽത്തറമേളം, പാണ്ടിമേളം, പഞ്ചാരിമേളം എന്നിവ എഴുന്നള്ളിപ്പിന് അകമ്പടിയാകും. മയൂരനൃത്തം, തെയ്യം, കാവടിയാട്ടം, വർണ്ണമഴ എന്നിവയും ഉണ്ടാകും. വെള്ളിയാഴ്ച രാവിലെ 10-ന് മഹാരൂപക്കളം ആരംഭം, ഉച്ചയ്ക്ക് രൂപക്കളത്തിൽ നൃത്തം, വൈകിട്ട് മലനായാടിക്ക് കളം എന്നിവ നടക്കും. ഈ ധന്യ ചടങ്ങുകളിൽ പങ്കെടുത്ത് വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് കാനാടിമഠം തറവാട് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു.
ആസ്റ്റർ ഫീനിക്സ് എമർജൻസി ആൻഡ് ട്രോമ കെയർ സെന്റർ ചെറ്റുവ കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് തീരദേശത്തെ ഏറ്റവും വലുതും ആധുനിക സൗകര്യങ്ങളോടെ സജ്ജീകരിച്ച അടിയന്തര ചികിത്സാ വിഭാഗം. എമർജൻസി മെഡിസിൻ കൺസൾട്ടന്റിന്റെ സേവനം 24 മണിക്കൂറും. റോഡ് അപകടങ്ങൾ, വീടുകളിലും തൊഴിലിടങ്ങളിലും സംഭവിക്കുന്ന വീഴ്ചകൾ, കുഴഞ്ഞുവീഴൽ, തീപ്പൊള്ളൽ, മുറിവുകൾ, ഒടിവുകൾ, ചതവുകൾ, നെഞ്ചുവേദന, ശ്വാസമുട്ടൽ, ഹൃദ്രോഗ ലക്ഷണങ്ങൾ, വയറുവേദന, മൂത്രത്തടസ്സം, തളർച്ച, സോഡിയം കുറയൽ, പക്ഷാഘാത ലക്ഷണങ്ങൾ, മെഡിക്കൽ ICU, കാത്ത് ലാബ്, കാർഡിയാക് ICU, ഓർത്തോ ICU, വെന്റിലേറ്റർ, CT സ്കാൻ, എക്കോ, ECG, എക്സ്റേ, ലബോറട്ടറി. എല്ലാ ദിവസവും 24 മണിക്കൂറും ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ലേബർ റൂം കോംപ്ലക്സ് എന്നിവയുടെ പ്രവർത്തനവും ഫീനിക്സ് മെഡിസിറ്റിയിൽ ലഭ്യമാണ്. ഫോൺ 0487 229 4444 9747 215 850. Manappuram Geeta Ravi Public School, the joy of learning. വീണ്ടും വാർത്തകളിലേക്ക്. മണലൂർ ഗ്രാമപഞ്ചായത്ത് മാതൃകാ കുടുംബശ്രീ CDS ഹാപ്പി കേരളം തുഷ്ടി എന്ന പേരിൽ രൂപീകരണ വ്യവസായ കേന്ദ്രത്തിൽ നടത്തിയ ചടങ്ങ് മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ ഗിരിജ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായി. CDS SD കൺവീനർ വിമ വസന്തൻ, മഞ്ജുള ബോസ്, രാജി സുധീരൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഷേളി റാഫി, ബിന്ദു സതീഷ്, ജിൻസി, ധർമ്മൻ പറത്താട്ടിൽ എന്നിവർ സംസാരിച്ചു. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ നടക്കുന്നതിനാൽ തൃപ്രയാർ, കാഞ്ഞാണി, ചാവക്കാട് റോഡിൽ ഗതാഗതം മുടങ്ങും. പെരിങ്ങോട്ടുകര മൂന്നുംകൂടിയ ജംഗ്ഷൻ മുതൽ പെരിങ്ങോട്ടുകര നാലുംകൂടിയ ജംഗ്ഷൻ വരെയാണ് ചൊവ്വാഴ്ച മുതൽ പൈപ്പ് സ്ഥാപിക്കുന്ന പ്രവൃത്തി നടക്കുന്നത്. ഈ ദിവസങ്ങളിൽ റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്നതിനാൽ വാഹനങ്ങൾ നാലുംകൂടിയ ജംഗ്ഷനിൽ നിന്ന് ചെമ്മാപ്പള്ളി ഫെറി റോഡ് വഴി തൃപ്രയാർ കിഴക്കേനട ജംഗ്ഷൻ വഴി തൃപ്രയാറിലേക്ക് തിരിച്ചുവിടുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു. വടനപ്പള്ളി പൂശാരി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയം മഹോത്സവത്തോടനുബന്ധിച്ച് തിങ്കളാഴ്ച ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, പൊങ്കാല എന്നിവ നടത്തി. വൈകിട്ട് ദീപാരാധന, തുടർന്ന് ഭുവനേശ്വരി പൂജ, വടക്കുംദേശം കമ്മിറ്റിയുടെ കാവടി വരവ്, താലം വരവ്, പറനിറയ്ക്കൽ, അത്താഴപൂജ, പള്ളിവേട്ടയ്ക്ക് പുറപ്പാട്, ശയ്യാപൂജ, മുള എഴുന്നള്ളിക്കൽ, പള്ളിക്കുറുപ്പ് എന്നിവ നടത്തും. ചൊവ്വാഴ്ച തൈപ്പൂയ ദിനത്തിൽ ഉച്ചയ്ക്ക് വടക്കുംദേശം കമ്മിറ്റിയുടെയും ആത്മാവ് ദേശത്തിൻ്റെയും കാവടി വരവ് ഉണ്ടാകും. തുടർന്ന് ആൽത്തറമേളം, വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ദേവവാദ്യങ്ങൾ എന്നിവയും ഉണ്ടായിരിക്കും. താന്യം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ ഹൃദയത്തിൽ എന്നും എന്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കാവ് സംരക്ഷണ ദിനാചരണവും കാവ് സംരക്ഷകരെ അനുമോദിക്കലും നടന്നു. ആചാരാനുഷ്ഠാനങ്ങളോടൊപ്പം ജൈവ വൈവിധ്യങ്ങളുടെ കലവറയും ജീവജാലങ്ങളുടെയും പക്ഷിമൃഗാദികളുടെയും സങ്കേതവുമാണ് കാവുകൾ. സമീപത്തെ കുളങ്ങളെയും കിണറുകളെയും ശുചീകരിക്കുന്ന കാവുകൾ നിലനിൽക്കേണ്ടത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള പ്രകൃതിയുടെ കരുതലുമാണ്. ദീപ ഇന്ദുചൂടൻ മണ്ണാമ്പറമ്പത്തിന്റെ ഉടമസ്ഥതയിലുള്ള കാവിനടുത്ത് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് അംഗം ആൻഡോ തൊറയൻ അധ്യക്ഷനായി. സജീവ് എമ്പ്രാന്തിരി ഉദ്ഘാടനം ചെയ്തു. അതുമൂലം നമുക്ക് ശുദ്ധമായിട്ടുള്ള വായു, ശുദ്ധമായിട്ടുള്ള വെള്ളം, പരിസ്ഥിതി സംരക്ഷണമൊക്കെ നിലനിർത്തി പരിസ്ഥിതിയുടെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടത്തുന്നതിന് ആ കാവിനെ നമ്മൾ സംരക്ഷിക്കുക എന്നത് ഇക്കാലത്തെ ഏറ്റവും വലിയ ഒരു ദൈവാധീനവും ഒരു പോസിറ്റീവ് എനർജിയും കൂടിയാണ്. പ്രത്യേകിച്ച് ഇങ്ങനൊരു ഇത് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു പരിപാടിയൊന്നുമല്ല, എല്ലാം കൊണ്ടും നമുക്ക് വലിയൊരു പരിപാടിയായിട്ട് തന്നെ.
ADS പ്രസിഡന്റ് വിജയപ്രകാശൻ, ഷീജ രഘുവർണൻ, കാഞ്ചന ധർമ്മരാജൻ, നിതിൻ മോഹൻ, രേണുക റിജു എന്നിവർ സംസാരിച്ചു. കാവ് സംരക്ഷിക്കുന്ന ഇന്ദുചൂടൻ, ദീപ ദമ്പതികളെ ചടങ്ങിൽ അനുമോദിച്ചു. ആരോഗ്യത്തിന്റെയും കായികക്ഷമതയുടെയും പ്രസക്തിയും പ്രാധാന്യവും വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി കായിക ഇനങ്ങളെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുന്നതിനുതകുന്ന വിന്റർ കാർണിവലിന് പഴുവിൽ ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളിൽ തുടക്കമായി. ആരോഗ്യത്തിന്റെയും കായികക്ഷമതയുടെയും പ്രസക്തിയും പ്രാധാന്യവും വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി കായിക ഇനങ്ങളെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്താനുതകുന്ന വിന്റർ കാർണിവലിന് പഴുവിൽ ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളിൽ തുടക്കമായി. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജോഷി NN ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പാൾ അഭിലാഷ് KR അധ്യക്ഷനായി. സ്കൂൾ കറസ്പോണ്ടന്റ് ധനജ സലീഷ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീജ ബോസ് എന്നിവർ സന്നിഹിതരായി. മുഴുവൻ അധ്യാപകരും വിദ്യാർത്ഥികളും കാർണിവലിന്റെ ഭാഗമാകും. ചാഴൂർ ചേന്നുംകുളം ശ്രീ ഭദ്രകാളി ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാചരണവും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലേക്ക് ഗോളക വിളക്കുമാടം സമർപ്പണവും നടന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ചേർത്തല തൃച്ചാറ്റുകുളം ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ നാഗത്തിന് കളമെഴുത്തും സർപ്പം പാട്ടും നടന്നു. ശനിയാഴ്ച രാവിലെ നട തുറന്ന് എണ്ണ ആടി അഭിഷേകം, മലർനിവേദ്യം, ഗണപതി ഹോമം, കലശപൂജ, കലശാഭിഷേകം എന്നിവ നടന്നു. ശേഷം ചേന്നംകുളം ചന്ദ്രൻ മകൻ നിതീഷ് വടക്കുമുറി ക്ഷേത്രത്തിലേക്ക് ഗോളക സമർപ്പണം നടത്തി. കൂടാതെ ക്ഷേത്രാംഗങ്ങളുടെ വിളക്കുമാടം സമർപ്പണവും നടന്നു. തുടർന്ന് ഉച്ചപൂജ, പ്രസന്നപൂജ, ഉപദേവന്മാർക്ക് പൂജ എന്നിവ ഉണ്ടായി. നാഗങ്ങൾക്ക് പാലും നൂറും, വെള്ളരി പൂജകൾ, പ്രസാദഊട്ട് എന്നിവ നടന്നു. ശേഷം തിരുവാതിരക്കളി, മുത്തപ്പന കളം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി പഴങ്ങാപറമ്പ് ശ്രീ രംഗനാരായണൻ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് CS ശശിധരൻ, സെക്രട്ടറി CP രാജൻ, ട്രഷറർ രാജീവ് വാസൻ, രക്ഷാധികാരി CV ബാബുരാജ് എന്നിവർ നേതൃത്വം നൽകി. തൃപ്രയാർ വാഴക്കുളം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് കലവറ നിറയ്ക്കൽ നടന്നു. കാനാടി കുട്ടിച്ചാത്തൻകാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം നടപ്പുരയിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പ്രസാദ് വാഴക്കുളത്ത് അധ്യക്ഷത വഹിച്ചു. മുഖ്യരക്ഷാധികാരി PK സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ, സെക്രട്ടറി AN സിദ്ധപ്രസാദ് മാസ്റ്റർ, KK ശ്രീരാമൻ, അഭിമന്യു മയൂർ, പ്രേംദാസ് EVN, ഷാജി പുളിക്കൽ, ശശിധരൻ മാറാട്ട്, O മണികണ്ഠൻ, O രമദാസ് ചുക്കൂട്ട്, അശോകൻ ചെമ്പിപ്പറമ്പിൽ, പീതാംബരൻ ചക്കാമഠത്തിൽ, മനോഹരൻ പാണപ്പറമ്പിൽ, ഗോപി നാറാണത്ത്, രത്നവല്ലി ടീച്ചർ, സുകുമാരി മോഹനൻ, തങ്കമണി ത്രിവിക്രമൻ, സജി ഷാജി, സ്മിത ഘോഷ്, അംബിക ടീച്ചർ, പ്രേമ ശശിധരൻ, ലക്ഷ്മി തിലകൻ, ഷീന അജയൻ, ഗോപി ചിറ്റൂർ, ശങ്കരനാരായണൻ വേദോട്ടിൽ, സീത സുനിൽ, ദീപ അനിൽ, റിയ മനീഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇടവേള. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്.
ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വീണ്ടും വാർത്തകളിലേക്ക്. CPI തിരുപ്പഴഞ്ചേരി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ആദരവ് സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പറയങ്ങാട്ടിൽ ഭരണഘടന ആമുഖ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കോൽക്കളി A ഗ്രേഡ് നേടിയ വലപ്പാട് ഹൈസ്കൂളിലെ കലാപ്രതിഭകളെ ആദരിച്ചു. ഫ്യൂച്ചർ അക്കാദമിയിലെ ഗേൾസ് ഫുട്ബോൾ ടീമിന് ഫുട്ബോൾ വിതരണവും കോച്ചിനെ ആദരിക്കലും നടത്തി. വിദ്യാഭ്യാസ എൻഡോമെന്റ് വിതരണവും സംഘടിപ്പിച്ചു. CPI തിരുപ്പഴഞ്ചേരി ബ്രാഞ്ച് സെക്രട്ടറി KS ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. CPI നാട്ടിക മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി KM കിഷോർ കുമാർ, CPI വലപ്പാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AG സുഭാഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി രാജൻ പട്ടാട്ട്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വസന്ത ദേവലാൽ, മഹിളാ സംഘം പഞ്ചായത്ത് സെക്രട്ടറി സീന കണ്ണൻ, ബ്രാഞ്ച് അസിസ്റ്റന്റ് സെക്രട്ടറി PS ഷിനോജ് എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അങ്കണവാടി കലോത്സവം കുഞ്ഞുത്സവം 2025 എന്ന പേരിൽ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രിയദർശിനി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കലോത്സവത്തിൽ 33 അങ്കണവാടികളിൽ നിന്നായി 355 കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PA ഇസ്ഹാഖ്, PA ഷാജഹാൻ, ദേവികദാസൻ, മറ്റു ജനപ്രതിനിധികൾ, മതിലകം ബ്ലോക്ക് ശിശുവികസന ഓഫീസർ ലളിത, ICDS ഓഫീസർ വൈദേഹി, യൂത്ത് കോർഡിനേറ്റർ സക്കറിയ എന്നിവർ സംസാരിച്ചു. ചടങ്ങിന്റെ ഭാഗമായി കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ 66ഓളം അങ്കണവാടി പ്രവർത്തകരെ ഭരണസമിതി ആദരിച്ചു. കുരുന്നുകളുടെ കലാപരിപാടികൾക്ക് അങ്കണവാടി ടീച്ചർമാരും ഹെൽപ്പർമാരും നേതൃത്വം നൽകി. തളിക്കുളം എരനേഴത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും പൊങ്കാല സമർപ്പണവും നടന്നു. മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, പൊങ്കാല സമർപ്പണം, കലശാഭിഷേകം, പ്രസാദഊട്ട് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി CB പ്രകാശൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര മേൽശാന്തി CS ധനേഷ്, ശാന്തിമാരായ സഞ്ജയ്, CS ജയപ്രകാശ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് AR റോഷ്, സെക്രട്ടറി EVS സ്മിത്ത്, വൈസ് പ്രസിഡന്റ് ES ഷൈജു, ജോയിന്റ് സെക്രട്ടറി പ്രിൻസ് മദൻ, ഖജാൻജി EV ഷെറി, ഉന്നതാധികാര സമിതി അംഗങ്ങളായ EC പ്രദീപ്, സുഭാഷിതൻ EPK, ബാബു AR, മോഹൻദാസ് EVV, ശശികുമാർ EVK എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തളിക്കുളം പുളിപ്പറമ്പിൽ ശ്രീ ഭഗവതി ചാത്തൻ സ്വാമി ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് കലാപരിപാടികൾ അരങ്ങേറി. ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, ചുറ്റുവിളക്ക്, നിറമാല, തുടർന്ന് തളിക്കുളം ശ്രീ വിഷ്ണുമായ തിരുവാതിരക്കളി സംഘത്തിന്റെ തിരുവാതിരക്കളിയും തളിക്കുളം വിശ്വവീര കളരി സംഘത്തിലെ വിദ്യാർത്ഥികളായ ആർച്ചയും ആര്യനും അവതരിപ്പിച്ച കളരി അഭ്യാസവും നടന്നു.
ക്ഷേത്രം പ്രസിഡന്റ് PS ഗണേശൻ, സെക്രട്ടറി കിഷോർ PS, ട്രഷറർ കണ്ണൻ PS എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇടമുട്ടം ഫ്രണ്ട്സ് ചാരിറ്റി ഗ്രൂപ്പിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള സമ്മാന കൂപ്പണിന്റെ വിതരണോദ്ഘാടനം നടത്തി. ഇടമുട്ടം ഫ്രണ്ട്സ് പുരുഷ സ്വയം സഹായ സംഘം രക്ഷാധികാരി മധു ശക്തിധര പണിക്കർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് ഷാഹിദ് പുതിയവീട്ടിൽ, ജനറൽ കൺവീനർ ബെന്നി ആലപ്പാട്ട്, ട്രഷറർ ആദർശ്, വൈസ് പ്രസിഡന്റ് MB നൌഷാദ്, ഗ്രൂപ്പ് അംഗങ്ങളായ കണ്ണൻ, ഷഫീഖ്, സുമേഷ് എന്നിവർ പങ്കെടുത്തു. ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സമൂഹത്തിന് ഉപകാരപ്രദമായ കുറേ സംരംഭങ്ങൾ ഇവർ ചെയ്ത് വിജയിപ്പിച്ചു. ഇവർ വളരെയധികം സമൂഹത്തിനോട് പൂർണ്ണമായിട്ടും ഉത്തരവാദിത്വം പുലർത്തുന്ന സംഘടനയായതുകൊണ്ട് ഇവരുടെ കൂടെ സഹകരിക്കാനും ഒക്കെ തന്നെ വളരെയധികം സന്തോഷവും. തളിക്കുളം അപ്പുമാസ്റ്റർ റോഡ് റെസിഡൻസ് അസോസിയേഷൻ 1ാം വാർഷികാഘോഷം നടത്തി. നാട്ടിക ശ്രീനാരായണ കോളേജ് പ്രിൻസിപ്പൽ PS ജയ ഉദ്ഘാടനം ചെയ്തു. ഞാൻ വലിയൊരു പ്രസംഗം നേരത്തെ പറഞ്ഞ പോലെ നടത്തുന്ന ഞാൻ മുരളീനാരായണന് വാക്ക് കൊടുത്തതാണ് 5 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തിക്കോളാണ്. ഞാൻ ഇതുപോലെ റെസിഡൻസ് അസോസിയേഷനിലെ അംഗമാണ്. ഞങ്ങള് നെല്ലായില് ഹരിതനഗർ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു 70ഓളം വീടുകൾ ചേർന്നിട്ടുള്ള റെസിഡൻസ് അന്ന് അത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 12 വർഷമായി. അന്നും എല്ലാവരും ചോദിച്ചിരുന്നു എന്തിനാണ്, ഞങ്ങൾ വിചാരിച്ചിരുന്നു എന്തിനാണ് ഇങ്ങനെ റെസിഡൻസ് അസോസിയേഷന്റെ ആവശ്യം. പക്ഷെ പിന്നെയാണ് റെസിഡൻസ് അസോസിയേഷൻ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു ആവശ്യമാണെന്ന് മനസ്സിലായത്. കാരണം ഞങ്ങളുടെ അവിടെ നോക്കുമ്പോൾ 70 ഫാമിലികളിൽ മിക്കവരും വയസ്സായവരും മാത്രമാണ് വീടുകളിൽ താമസിക്കുന്നത്. കുട്ടികളെല്ലാവരും ഒന്നുകിൽ ജോലിക്കായിട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനായിട്ട് പുറത്തു പോയിരിക്കുകയാണ്. ശരിക്കും ഒരു ഒറ്റപ്പെടലിന്റെ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് അവരെ എല്ലാവരെയും രക്ഷിക്കുന്ന ഈ റെസിഡൻസ് അസോസിയേഷന്റെ പരിപാടികളാണ്. അവിടെ വളരെ വിപുലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പ്രസിഡന്റ് PK ഹൈദരാലി അധ്യക്ഷനായി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത പ്രവാസികളെ ആദരിച്ചു. ഗിന്നസ് റെക്കോർഡ് ജേതാവ് മുരളി നാരായണൻ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. സെക്രട്ടറി ശ്യാം NP, കോതുകുളം SN റോഡ് അസോസിയേഷൻ സെക്രട്ടറി P പുരുഷോത്തമൻ, രക്ഷാധികാരി ഹബീബ് മാസ്റ്റർ, ട്രഷറർ കബീർ, വൈസ് പ്രസിഡന്റ് സിദ്ദിഖ്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ബിജി മനോജ്, ഷെല്ലി സുരേഷ്, സീനത്ത് സലീം, സീനത്ത് കബീർ, നസ്രിൻ റജീബ് ലാൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. The
വലപ്പാട് സ്കൂളിലെ 1991-93 VHSC ബാച്ചിലെ അധ്യാപക വിദ്യാർത്ഥി സ്നേഹസംഗമം നടത്തി. തൃപ്രയാർ സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സ്നേഹസംഗമം റിട്ടയർഡ് പ്രിൻസിപ്പൽ ജോഷി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ആണ് നമ്മൾ VHSലെ അധ്യാപകരായിട്ട് ഗസ്റ്റ് ലെക്ചേഴ്സായിട്ട് പോസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആദ്യത്തെ എൻ്റെ സ്കൂൾ കുന്നംകുളം JTS ആണ്, ഫസ്റ്റ് കുന്നംകുളത്താണ്. അത് ഈ രണ്ടാമത്തെ സ്കൂളാണ് അവിടെ. അപ്പോൾ ലിസിമേരിയും ജാൻസിയും റെജീനും ഇവർ 3 പേരും എൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ ട്യൂഷൻ പഠിച്ച കുട്ടികളാണ്. അപ്പോൾ അവർ 3 പേരും മലപ്പാട് സ്കൂളിലേക്ക് വന്നിട്ട് ഫസ്റ്റ് ഇയറിൽ അവർ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ജോലിക്ക് പോയി തുടങ്ങി. അതുവരെ ഞാൻ ട്യൂഷൻ മാത്രമായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം JTS കുന്നംകുളം, രണ്ടാമത് എനിക്ക് കിട്ടിയത് വലപ്പാടാണ്. അവിടെയാണ് ലിസിമേരി വീണ്ടും ഈ ജാൻസി റെജീനൊക്കെ വീണ്ടും ഉണ്ടായിരുന്നത്. ലിസിമേരി ഒരു അന്നത്തെ ക്ലാസ്സിൽ 499 മാർക്കാണ് 10ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷയില്ല ഒരു VHSലെ ആ കുട്ടി പോകുന്നു. പക്ഷെ ആ കുട്ടിയുടെ മനസ്സിൽ എപ്പോഴും നേഴ്സിംഗ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ VHSൽ പോയി. PI നസീർ അധ്യക്ഷത വഹിച്ചു. സന്തോഷ് മണിയങ്കാട്ടിൽ, ലിഷാദത്ത്, PK ബിജു എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ജോഷി മാസ്റ്റർക്ക് സ്നേഹോപഹാരം നൽകി. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. തൃപ്രയാർ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 2025 ന്യൂ ഇയർ സെലിബ്രേഷനോടനുബന്ധിച്ച് കസ്റ്റമേഴ്സിനായി ഒരുക്കിയ ഡയമണ്ട് നെക്ലസിന്റെ നറുക്കെടുപ്പ് ഫെബ്രുവരി 14 വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് നടക്കും. ബമ്പർ സമ്മാനമായ ഈ ഡയമണ്ട് നെക്ലസ് ഈ വരുന്ന വെള്ളിയാഴ്ച 5 മണിക്ക് നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശ് അവർകൾ നിർവഹിക്കുന്നു. ഇഷാര ഗോൾഡൻസിന്റെ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനെയും ഹൃദയപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മറക്കണ്ട, 14/2/25 വെള്ളിയാഴ്ച കൃത്യം 5 മണിക്ക് ഇഷാരയുടെ പ്രിയപ്പെട്ട എല്ലാ കസ്റ്റമേഴ്സിനെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. അപ്പോൾ നമ്മുടെ വാലന്റൈൻസ് ഡേയോടനുബന്ധിച്ച് നമ്മൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരുപാട് ഓർണമെന്റ്സ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 7000-8000 രൂപയ്ക്ക് ഡയമണ്ട് പെൻഡന്റുകൾ, റിങ്സ് ഒക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കൂടുതൽ കളക്ഷൻസ് കാണാനായിട്ട് ഇഷാര ഗോൾഡ് ഡയമണ്ട്സ്. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ നറുക്കെടുപ്പ് ഉദ്ഘാടനം നിർവഹിക്കും. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പ്രദീപ്, വാർഡ് മെമ്പർ ശ്രീദേവി മാധവൻ, തൃപ്രയാർ നാട്ടിക മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി സുരേഷ് ഇയാനി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. ചടങ്ങിലേക്ക് എല്ലാ മാന്യ ഉപഭോക്താക്കളെയും ഇഷാര MD രാജൻ ചെമ്പാറ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എടമുട്ടം തൈപ്പൂയ മഹോത്സവത്തിനോടനുബന്ധിച്ച് വിദ്യാഭ്യാസ അവാർഡ് സമർപ്പണം നടത്തി. പുരോഗമന കലാസാഹിത്യ സംഘം ചേർപ്പ് മേഖലാ കമ്മിറ്റിയുടെ പ്രഭാഷണ പരമ്പര ചാഴൂരിൽ നടന്നു. താന്യം 5ാം വാർഡിൽ കാവ് സംരക്ഷണ ദിനാചരണം നടത്തി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.